56 മണിക്കൂർ നീണ്ടുപോയ പരിശ്രമങ്ങളും പ്രാർത്ഥനകളും വിഫലമാക്കിയാണ് രാജസ്ഥാനിൽ നിന്ന് സങ്കട വാർത്ത നമ്മളെ തേടി വരുന്നത്. 150 അടി താഴ്ചയുള്ള കുഴൽക്കിണറിൽ നിന്ന് ആ കുട്ടിയെ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം നമ്മൾ ചെയ്തു. പക്ഷേ വേദന മാത്രം അവശേഷിപ്പിച്ച് ആ കുഞ്ഞ് യാത്രയായി. പ്രാർത്ഥനകൾ വിഫലമായി. ദൗസയിൽ നിന്ന് പുറത്തു വന്നത് സങ്കടവാർത്ത. കുഴൽക്കിണറിൽ വീണ 5 വയസ്സുകാരനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 56 മണിക്കൂർ നീണ്ട രക്ഷാദൗത്യത്തിന് നിരാശാജനകമായ അന്ത്യം. ഇന്നലെ രാത്രി 11:30 കുട്ടിയെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പുറത്തെടുത്ത സമയത്ത് ആര്യൻ അബോധാവസ്ഥയിലായിരുന്നു. തുടർന്ന് ജില്ലാ ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. രക്ഷാപ്രവർത്തകർ ആവുംവിധം പരിശ്രമിച്ചു. ട്രാക്ടറും JCBയും ഉപയോഗിച്ച് മണ്ണ് മാറ്റി കുട്ടിയെ പുറത്തെടുക്കാനായിരുന്നു ആദ്യ ശ്രമം. ഇതിൽ പുരോഗതിയില്ലാതെ വന്നതോടെ സമാന്തരമായി മറ്റൊരു കിണർ നിർമ്മിച്ച് രക്ഷാദൗത്യം. അടി താഴ്ചയിലുള്ള കുഴൽക്കിണറ്റിലാണ് തിങ്കളാഴ്ച ഉച്ചയോടെ കുട്ടി അകപ്പെട്ടത്. അമ്മയോടൊപ്പം കൃഷിയിടത്തിലെത്തിയ ആര്യൻ കളിക്കുന്നതിനിടെ തുറന്നു കിടന്ന കുഴൽക്കിണറിൽ വീഴുകയായിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ രക്ഷാദൗത്യം ആരംഭിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശ്വാസം ലഭിക്കാനായി ട്യൂബ് വഴി ഓക്സിജൻ നൽകിയായിരുന്നു രക്ഷാദൗത്യം. റിസർച്ച് ഡെസ്ക് 24. എന്തായാലും ഈ കുഴൽക്കിണർ തുറന്നു കിടക്കുന്ന കുഴൽക്കിണർ മൂടിയിടണം എന്നുള്ളത് ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി കുട്ടിയുടെ മരണം, ആര്യൻ്റെ മരണം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷേ വളരെ പ്രതീക്ഷയോടെയായിരുന്നു ഈ ദൗത്യ സംഘം ഇതിൻ്റെ ഇത്രയും മണിക്കൂർ നീണ്ടുപോയ രക്ഷാദൗത്യം നടത്തിയത്. എന്നാലും 150 അടി താഴ്ചയിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ ഒരുപാട് പരിമിതികളുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ആ കുട്ടി കടന്നു പോകുമ്പോൾ വലിയൊരു സംഘം ആളുകൾ നടത്തിയ പ്രയത്നമാണ് പാഴായിപ്പോയത്. ആ കുഞ്ഞ് ജീവനോടെ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ പ്രഭാതം ഏറ്റവും സന്തോഷഭരിതമായേനെ എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കങ്ങനെ ആഗ്രഹിക്കാൻ മാത്രമേ കഴിയൂ.